ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങളിലെ ഏറ്റവും സംഭവബഹുലമായ ഒരു ദിവസമാണ്. ഏതെല്ലാം താരങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മുടെ ചാനൽ ചർച്ചകളിലും മറ്റ് ചർച്ചാവേദികളിലും ഈവൻ ചായക്കട ചർച്ചകളിലും വരെ ജ്വലിച്ചു നിന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതിലെ താരങ്ങളെ മാത്രം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനം കോടതി, രണ്ടാമത് CM, മൂന്നാമത് അയ്യപ്പൻ. കാരണം അയ്യപ്പന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അയ്യപ്പൻ ഒറ്റ ഇഷ്യൂവിൽ മാത്രമേ ഉള്ളൂ. ബാക്കി പറഞ്ഞവരെല്ലാ 2-3 ഇഷ്യൂയിലുണ്ട്. അയ്യപ്പൻ കഴിഞ്ഞ് അടുത്ത പ്രാധാന്യം കിട്ടിയിരിക്കുന്ന രാഹുലിനാണ്, പിന്നെ ദേവസ്വം ബോർഡിനാണ്. ഈ താരങ്ങളെല്ലാം ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ഹാസ്യചിത്രമാണോ ഗൗരവമുള്ള ചിത്രമാണോ എന്ന് നമുക്ക് തെളിയിക്കാൻ ഇനിയും മാസങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞു. SITക്ക് 1 മാസം കൂടി എക്സ്ട്രാ സമയം അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി വിധി. അതിന് വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ്. ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കും. അത് ഒരു വശത്ത്. പക്ഷേ ഒന്നുണ്ട്, ശബരിമലയിൽ നിന്ന് ഇപ്പോഴും ജനങ്ങളിൽ നിന്ന് മറച്ച്, ബോധപൂർവമാണോ എന്നറിയില്ല, ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെടുന്നൊരു സത്യം, ശബരിമലയിൽ നിന്നും ഈ സ്വർണം മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ, അതോ അതിൽ കൂടുതൽ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ? ഈ 400 ഗ്രാം സ്വർണത്തിൽ ശബരിമല കേസ് ഒതുക്കി തീർക്കാനുള്ള ഗൂഢമായ ശ്രമം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്? അതന്വേഷിക്കണം. ബാക്കി എന്തെങ്കിലും വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ടോ? സ്വർണം, ഇതിൽ കൂടുതൽ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ശേഖരങ്ങളിലുണ്ടായിരുന്ന, സൂക്ഷിപ്പുകാരുടെ കയ്യിലുണ്ടായിരുന്ന, ഖജനാവിലുണ്ടായിരുന്ന, ശബരിമലയുടെ ഖജന ആറന്മുളയുണ്ടായിരുന്ന, ക്ഷേത്ര ഭണ്ഡാരങ്ങളിലുണ്ടായിരുന്ന സ്വർണം കളവ് പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയില്ല, യാതൊരു വിശകലനമില്ല, ഒന്നുമില്ല. 400 ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊണ്ടുപോയി, അല്ലെ പിന്നെ പത്മകുമാർ, കടകംപള്ളി, വാസവൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കുറേ പേര് പറയുന്നതല്ലാതെ ഈ സ്വർണത്തിന്, ശബരിമലയിലെ സ്വർണത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അതിനെന്ത് സംഭവിച്ചു എന്നിവരാരും പറയുന്നില്ല. ജനങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വിഷയം അത് തന്നെയാണ്. ശബരിമലയിലെ സ്വർണത്തിന് എന്ത് സംഭവിച്ചു? ഇതൊന്നും നോക്കാതെ തങ്ങൾ കൊടുത്ത ദക്ഷിണ, അല്ലെങ്കിൽ തങ്ങളിട്ട കാണിക്ക, തങ്ങളിട്ട വഴിപാട്, ഇവരെന്ത് ചെയ്താലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്നുള്ള മട്ടിൽ ലക്ഷക്കണക്കിന്, ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാർ ഇപ്പോഴും മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഇവരുടെ ഫലം, ഇവരുടെ പ്രാർത്ഥനയുടെ ഫലം കിട്ടുമോ? അവരെ ഇഷ്ടപ്പെട്ട വഴിപാട് നടത്തിയ ആ വഴിപാടിൻ്റെ സ്വർണ്ണം അവിടെ ഉണ്ടോ, കാണുമോ? ഇതൊന്നും ഇവരെ ബോധറിയുന്നില്ല. കാര്യം അവരുടെ ചുമതല അവിടെ ആ സ്വർണം ഖജനാവിലിട്ടപ്പോൾ, അല്ലെങ്കിൽ ഭണ്ഡാരത്തിലിട്ടപ്പോൾ, നാണയമായിട്ടിട്ടാലും ആഭരണമായിട്ടിട്ടാലും അതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം തീരുകയാണ്. അവരയ്യപ്പനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അയ്യപ്പൻ്റെ സ്വർണം കവർന്നു. എത്രമാത്രം കവർന്നു എന്നുള്ള വാക്കാണോ, മോഷണം എന്നുള്ള വാക്കാണോ, കൊള്ളയടിച്ചു എന്നുള്ള വാക്കാണോ? അത് ഓരോരുത്തരും മോഷണം പറയും, ആദ്യം പറയും, ഇത് പറയും. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് 1 മാസം കൂടെ മാറ്റി വെച്ചിരിക്കുകയാണ്. 1 മാസം കൂടെ മാറ്റി വെച്ച് എന്നാൽ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അറിഞ്ഞിട്ടേ ബാക്കി വിവരങ്ങൾ വരുള്ളൂ. അപ്പോൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന 1 മാസത്തിനുള്ളിൽ SITക്ക് എന്തുമാത്രം മുമ്പോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് ഡയറക്ഷനാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്കറിയണ്ടേ? ഇത്തരം കാര്യങ്ങൾ അറിയാതെ നമുക്ക് ഒരു തരത്തിലും ഈ വിഷയവുമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ ഇന്ന് കോടതി പരിഗണിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് പോവുകയാണ്. ശബരിമല വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ, പൊതു ചർച്ചയിൽ നിന്നും എത്രമാത്രം മാറ്റി നിർത്താവോ, അല്ലെങ്കിൽ ജനങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡാകാത്ത രീതിയിൽ ഇത് നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ, അതിനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു. അതിന് കിട്ടിയ, പിണറായി വിജയന് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ആര്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു വിവാഹിത എന്നുള്ള വാക്കിന് എടുത്തു ഉപയോഗിക്കുന്നു. വിവാഹിത പറഞ്ഞ പരാതി. ഈ വിവാഹിത എന്നുള്ള സത്യം പറയാൻ ഒരു ചാനലുകളും തയ്യാറായിട്ടില്ലായിരുന്നു ആദ്യഘട്ടത്തിൽ, പിന്നീടാണ് പറയുന്നത്. അപ്പോൾ രാഹുലിനെ ക്രൂശിക്കാൻ വേണ്ടി ആരാണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് പറയുന്നില്ല. ഇനി വീണ്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ വേറെയും വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കടകംപള്ളി അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, വാസവനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ മുൻകാല ദേവസ്വം മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, ഇത്തരം ചോദ്യങ്ങളിലേക്ക് ശബരിമല പ്രശ്നം നീണ്ടു വരികയാണ്. ഇവിടെ നമുക്ക് വെറും മൗനീഭാവമായി ഇതെല്ലാം കാണാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് കിട്ടുന്ന അറിവുകൾ തുച്ഛമായിരിക്കും. നമുക്ക് കിട്ടുന്ന അറിവുകൾ വികൃതമാക്കപ്പെട്ട അറിവുകളായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ട അറിവുകളായിരിക്കും. ഇത്തരം അറിവുകളെ വെച്ചുകൊണ്ട് നമുക്കൊരു വിധി എഴുതാൻ പറ്റുമോ? വളരെ ബോധപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ശബരിമലയുടെ വിഷയം 1 മാസം കൂടെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ടതിന്. ഒന്നുകിൽ
ആ ഒരു മാസം കൊണ്ട് അത് ചാപിള്ളിയായിട്ട് മാറും. പല മുൻകാലങ്ങളിൽ പല കേസുകളും മാറിയ പോലെ, ലാവ്ലിൻ കേസൊക്കെ മാറിയ പോലെ ചാപിള്ളിയായിട്ട് മാറും. അല്ലെങ്കിൽ ഹൈക്കോടതി സ്റ്റേണായിട്ടൊരു നിലപാടെടുക്കുകയും അതനുസരിച്ച് ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി അതിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കാതെ ഉദ്യോഗസ്ഥന്മാരും നീതിബോധമുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുകയും ചെയ്താൽ ചിലപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടായേക്കാം. അത്തരം ഫലങ്ങൾക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു.